സോങ് ഏതാ കറന്റ്ലി, അതുമാത്രല്ല സിംഗർ? കറന്റ്ലി ഇഷ്ടമുള്ളൊരു സോങ് അങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല, പക്ഷെ ഓൾ ടൈം ഫേവറേറ്റ് ഇപ്പം പറയുകയാണെങ്കിൽ യേശുദാസ് സാർ തന്നെയാണ്. അത് കഴിഞ്ഞ് ഇപ്പം കണ്ടംപററി മ്യൂസിക്കിൽ ഇന്ത്യൻ മ്യൂസിക്കിൽ ഏറ്റവും ഇഷ്ടമായത് അരിജിത് സിംഗ് ഫോർ. ചേച്ചിനോട് വരാം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട്. ചേച്ചിക്ക് ഫസ്റ്റ് ആൻഡ് ഓഫ് കോഴ്സ് നമ്മളിങ്ങനെ കോറിഡോറിലോട് നടക്കുന്ന സമയത്ത് ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ കഥയൊക്കെ പറഞ്ഞ് നടന്ന ഒരു ഓർമ്മകളൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ സ്കൂൾ കാലഘട്ടത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഓർമ്മ ഞങ്ങളായിട്ട് പങ്കുവെക്കാമോ? ഇപ്പം അങ്ങനെ ഒറ്റൊന്ന് ഇങ്ങനെ എടുത്തു പറഞ്ഞാല് നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ മാത്രം അങ്ങനെ ഒന്നുമില്ല. ലൈക്ക് എവറിത്തിങ് ഞാൻ പറഞ്ഞില്ലേ, 2 years ഞാനിവിടെ തന്നെയായിരുന്നു. സോ എൻ്റെ ക്ലാസ്സസ് ആവട്ടെ, ക്ലാസ് ടൈമിലൊക്കെ ചെയ്ത പല കാര്യങ്ങളും പണ്ടത്തെ ടീച്ചേഴ്സ് ഇവിടെ ഇല്ല, 2-3 ടീച്ചേഴ്സ് ഇല്ല. അവരുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാതൊക്കെ വന്ന് പറഞ്ഞേനെ. ബട്ട് യെസ്, ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും ഞങ്ങൾ 12th ABC, അപ്പം ഞങ്ങളങ്ങനെ വേറെ ഡിവിഷനാണ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. 12th ഒരു ഫുൾ ഗ്രൂപ്പ് 12th ആണ്. സുമാ മിസ്സിൻ്റെ മോനുണ്ടായിരുന്നു ശ്രാവൺ, അവൻ കൊമേഴ്സിലാണ്. പക്ഷെ ഞങ്ങൾ ഇൻഫർമാറ്റിക്സ് പീരീഡിലൊക്കെ ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ്. സോ എല്ലാവരും അങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആണ്. ഞങ്ങൾ എല്ലാവരും ഒരു കെട്ടായിരുന്നു. അതെ, ഒരു ഗ്യാങ് ആയിരുന്നു. അടി ഉണ്ടാക്കാനും എനിക്ക് പണിഷ്മെന്റ്സ് ഒക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ സുഖമായിട്ട് പുറത്ത് പോയി നിന്നിട്ട് ഹോംവർക്സ് ഒക്കെ പുറത്തിരുന്ന് എഴുതിയ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊന്നും ഒരു ഷെയിമൊന്നും ആയിരുന്നില്ല. ഇപ്പൊ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മളെ ടീച്ചേഴ്സൊക്കെ ചീത്ത പറയുമ്പോൾ ചില സമയത്ത് നമുക്ക് ഹേർട്ട് ആവും. ചിലപ്പോൾ നമുക്ക് മിസ് എന്താ അങ്ങനെ പറഞ്ഞേ. പക്ഷെ കുറേ കാലം കഴിഞ്ഞ് അതൊക്കെ ആലോചിക്കുമ്പോൾ അതായിരുന്നു നല്ലത്. ഞാൻ കോളേജിൽ പഠിക്കുമ്പം എനിക്ക് എന്നും സ്കൂളിലേക്ക് തിരിച്ചു വരണം, എൻ്റെ ബെഞ്ച് മേറ്റിന്റെ കൂടെ ഇരിക്കണം. അതൊന്നും ഇനി ഒരു കാലത്തും പറ്റില്ല. സ്കൂൾ തന്നെ നമ്മുടെ ലൈഫിലെ ബെസ്റ്റ് ഡേയ്സ് ആണ്. അത് ഒരിക്കലും ഒരു കാലത്തും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അതെ.